അപ്പൊ എങ്ങനെയാ എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമ്മൾ സൂപ്പർ സിമ്പിൾ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ത്യൻ സ്റ്റൈൽ പ്രോൺ സ്ക്യൂവേഴ്സ്. ഇത് എന്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാക്കാം, വേണമെങ്കിൽ അതിനേക്കാളും യങ്ങറായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കാം. നല്ല സിമ്പിൾ ആണ്, ഫ്യൂ ഇൻഗ്രീഡിയൻസ് മതി. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞങ്ങൾ ഇതിന് വേണ്ടി ഫ്രഷ് പ്രോൺസ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു ഇച്ചിരി ഹെഡ് പോർഷൻ ലീവ് ചെയ്ത്, കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടം. ജസ്റ്റ് നന്നായിട്ട് അമ്മേനെ എപ്പോഴും ക്ലീനും പീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രോൺ ഇഷ്ടമെങ്കിൽ ഫ്രോസൺ പ്രോണും വർക്കാവും കേട്ടോ. ആദ്യം തന്നെ കശ്മീരി ചില്ലിപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. ഇതിനാണെങ്കിൽ ഒത്തിരി എരിവില്ല, പക്ഷെ നല്ല ചുമന്ന കളറും ഉണ്ട്. 2 സ്പൂൺ ഇടാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഒത്തിരി ഇടല്ലേ കേട്ടോ. അടുത്തത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇടാൻ പോകുന്നത്. ഇതൊരു ഇച്ചിരി ഇട്ടാൽ മതി, കാരണം നല്ല ഫ്ലേവർഫുൾ ആണ്. പക്ഷെ കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതൽ ഇടാം കേട്ടോ. ഇനി ഒരു ശകലം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഈ പ്രോൺസിലേക്ക് ഇടുവാണ്. ഇതൊരു നല്ല ഫ്ലേവർ ആദ്യം ഇന്ത്യൻ ആസ്പെക്റ്റും കൂടെ ആഡ്. ഇനി ഉപ്പിടാം. ഇത് ടു ടേസ്റ്റ് ആട്ടോ, എല്ലാവർക്കും ഇച്ചിരി ഡിഫറെന്റ് ആണല്ലോ. ലാസ്റ്റ്ലി ഒരു നാരങ്ങ അങ്ങ് പിഴിഞ്ഞിടാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ പണ്ട് ഞാൻ ഓർത്തോണ്ടിരുന്നേ നാരങ്ങയും ചെമ്മീനും കഴിച്ചാൽ വയറ്റിനകത്ത് എന്തോ കെമിക്കൽ ഇളകുമെന്നാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഒട്ടും ഫാക്റ്റ് അല്ല. എവിടുന്ന് തുടങ്ങിയെന്ന് പോലും എനിക്കറിയത്തില്ല. മാരിനേറ്റ് ചെയ്ത് നമുക്ക് 30 മിനിറ്റ്സ് ഫ്രിഡ്ജ് വെക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലായിടത്തും നന്നായിട്ട് പൊടികൾ പിടിക്കും. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഓക്കെ, നമ്മുടെ ഹാഫ് ആൻ അവർ തീർന്നു. നമുക്ക് പ്രോൺസ് സ്ക്യൂവേഴ്സിലേക്ക് കയറ്റി വറക്കാം. ഒരു മീഡിയം സൈസ് സ്ക്യൂവർ എടുക്കുക. നിങ്ങളുടെ പ്രോണും കൂടെ എടുക്കുക. ഈ തലയുടെ ഭാഗം ഈ സ്പൈക്കി ഭാഗത്ത് കൂടി ഇങ്ങനെ കയറ്റി നന്നായിട്ടൊന്ന് സൂക്ഷിച്ച് അകത്ത് കൂടി ഒന്ന് ഇങ്ങനെ നേരെ കയറ്റുക. എങ്ങനെ പുറത്തേക്ക് വരുവാണെങ്കിൽ തിരിച്ചകത്തേക്ക് കയറ്റി വാലിലൂടെ പറഞ്ഞേ പുൾ ഡൗൺ ചെയ്യുക അറ്റം വരെ. ഇനി 2 വെക്കാം വർണ്ണത്തില്. ദേ ഇങ്ങനെ പറഞ്ഞേ. ഈ പ്രോൺസ് കയറ്റുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് സ്ക്യൂവേഴ്സ് നനപ്പിച്ച് വെക്കുക. കാരണം അല്ലെങ്കിൽ നമ്മൾ ചൂടായ പാനിലേക്ക് വെക്കുമ്പോൾ സ്ക്യൂവേഴ്സ് ചിലപ്പോൾ പൊട്ടിപ്പോകും, കാരണം തീയിലാണല്ലോ. അതുകൊണ്ട് നനച്ചിട്ട് വെക്കുക. അതെ, ഞാൻ സ്ക്യൂവേഴ്സ് ഫുൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ ഓവന് വെക്കാം, ബാർബിക്യൂ ഗ്രിൽ ചെയ്യാം, വേണമെങ്കിൽ എയർ ഫ്രൈ വെക്കാം, വേണമെങ്കിൽ പാൻ ഫ്രൈ പോലും ചെയ്യാം. സാധാരണ മീൻ വറക്കുന്ന പോലെ. അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. വാ നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് പാനിലേക്ക് പ്ലേസ് ചെയ്യാവേ. നന്നായിട്ട് ചൂടാകണം കേട്ടോ. അതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സ്ക്യൂവറുടെ അറ്റം അങ്ങ് വെട്ടി കൊടുത്താൽ മതിയേ. ഇതേ ഞാൻ കോർണർ ലെഫ്റ്റ് ഔട്ട് ആയി ഒറ്റയ്ക്കാ. വൺ സൈഡ് ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിടാം. എന്നിട്ട് കണ്ടോ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു സൈഡ്. അപ്പൊ വറുത്തെടുത്ത് നമ്മുടെ സൂപ്പർ ഇന്ത്യൻ സ്റ്റൈൽ പ്രോൺ സ്ക്യൂവേഴ്സ് റെഡി. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമന്റ്സിൽ എങ്ങനെ ഉണ്ടെന്ന് പറയട്ടെ. ഇത് റിയലി സൂപ്പർ ഗുഡ് ആണ്. ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാ.